നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരു ചരിത്ര നിമിഷമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നേരിട്ട് കണ്ട ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, സംശയങ്ങളൊക്കെയാണ്. അതായത് ടീം UDF സതീശനായിരുന്നു തലപ്പൊക്കത്തിൽ നിന്നത്. പക്ഷേ വേദിയിലേക്ക് ചിലരൊക്കെ കടന്നു വന്നതോടുകൂടി ആ ഒരു സതീശൻ്റെ ആ ഒരു പ്രഭാവം അങ്ങ് മങ്ങിയതുപോലെ. പിന്നെ തോന്നിയ ഒരു കാര്യം, VD സതീശൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് വലിയ കരഘോഷമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ കയ്യടിയും മുദ്രാവാക്യം വിളിയും കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയി എന്ന് തോന്നിപ്പോയി ആ ഒരു വേദിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത്. ശരിക്കും അത്ര സുഖകരമായിരിക്കില്ല സതീശൻ്റെ ഇനിയുള്ള നാളുകളെന്ന് ഈ സത്യപ്രതിജ്ഞ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയതാണ്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? എന്താണ്? ഒരു തട്ടുപൊളിപ്പൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ഒരു ഇൻട്രോ സീനിന് കൊള്ളാം സതീശൻ്റെ എൻട്രി. സതീശൻ അങ്ങനെ ഒരു മാസ് ഫീൽ ജനിപ്പിച്ചുകൊണ്ടുള്ളൊരു എൻട്രിയാണ് നടത്തിയിരിക്കുന്നത്. സ്റ്റേജിൽ 3-4 മുഖ്യമന്ത്രിമാർ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അങ്ങനെ നിരവധി പ്രമുഖ മുഖങ്ങൾ, പിണറായി വിജയൻ, ബിനോയ് വിശ്വം, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി കേരളത്തിലെ പ്രതിപക്ഷ നിര, സമൂഹത്തിലെ പ്രമുഖർ. വേദി നിറഞ്ഞ വേദിയിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു താരമായി സതീശൻ അവതരിക്കുകയാണ്. അത് സതീശൻ്റെ ഇൻട്രോ സീൻ നന്നായിരുന്നു. പക്ഷേ ഇൻട്രോ സീനിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ പണം വിടർത്തി ചിലരൊക്കെ പതുങ്ങിയിരിപ്പുണ്ട് സതീശനെ വീഴിക്കാൻ. സതീശൻ്റേത് നമുക്ക് കൃത്യമായി പറയാം, ഒരു മാൻമെയ്ഡ് PR സ്ട്രാറ്റജി സതീശൻ്റെ ഈ ഒരു അവതാരപ്പിറവിയിലുണ്ട്. സതീശനെ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു. കാരണം സതീശൻ്റെ ഡയലോഗ് ഡെലിവറി, സതീശൻ്റെ ഓരോ സ്റ്റെപ്പുകളും, അതായത് ജനഹിതം അറിഞ്ഞ് നീങ്ങുന്ന ഒരു നേതാവിൻ്റെ മുഖഭാവം, ആ മുഖത്ത് വിരിയുന്ന ചിരി, ചടുലമായ നടത്തം, ഓരോ പോയിന്റിൽ നിന്ന് പോയിന്റിലേക്ക് കുതിക്കുന്ന ആ ഒരു തിളപ്പ്, ഇതൊരു വ്യത്യസ്ത കാഴ്ചാനുഭവമാണ്. ഈ ദൃശ്യാനുഭവമാണ് പിണറായിയിൽ നിന്ന് സതീശനിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കിന് കാരണം. ഇന്നലകളിൽ വലിയൊരു കൾട്ടായി മാറിയ പിണറായി വിജയൻ അധികാരാർത്ഥിയിൽ അഹങ്കാരം പേറിയ ഒരു അടയാളമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ബദലായി ജനങ്ങളൊരു ജനകീയ മുഖത്തെ തേടി, ജനകീയ മുഖം ആഗ്രഹിച്ചു. ആ സ്പേസ് സമർത്ഥമായി സതീശൻ ഉപയോഗപ്പെടുത്തി. 2021 തുടങ്ങിയ ഒരു PR ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ്റെ ആത്യന്തിക വിജയമാണ് നമ്മൾ മെയ് 4 ആ വോട്ടെണ്ണൽ ദിനത്തിൽ കണ്ടത്. പിന്നീട് നടന്ന സോഷ്യൽ മീഡിയ വിപ്ലവത്തിലും തെരുവ് നാടകങ്ങളിലുമൊക്കെ സതീശൻ ജനകീയമായി മാറുന്ന കാഴ്ച, സതീശനെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു പ്രത്യേകതരം അവസ്ഥ. സതീശന് ഒരു നായക സ്ഥാനം നൽകിയത് ഒരു വില്ലൻ അവതാരത്തിലൂടെയാണ്. ആ വില്ലൻ അവതാരം KC വേണുഗോപാലിൻ്റേതായിരുന്നു. സതീശൻ എന്ന ഒരു വലിയ നായകന് കിട്ടിയ സൗഭാഗ്യം തട്ടിയെടുക്കാൻ മറ്റേതോ ദൂരദേശത്ത് നിന്ന് കടന്നു വരുന്ന ഒരു കൊടൂര വില്ലൻ്റെ ഇമേജാണ് ആദ്യം സോഷ്യൽ മീഡിയ പോരാളികളും പിന്നീട് കേരളത്തിലെ പൊതുസമൂഹവും KCക്ക് ചാർത്തി കൊടുത്തത്. KC ഇപ്പോൾ വലിയ ഒരു വില്ലൻ പരിവേഷം ആർജിച്ച് നിൽക്കുകയാണ്. പണ്ടൊരിക്കൽ CPMൽ സമാനമായ ചില നീക്കങ്ങളുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ജനകീയ മുഖവും പിണറായി വിജയൻ്റെ ഒരു വില്ലൻ ഭാവവും. പക്ഷെ ആത്യന്തികമായി കെട്ടിച്ചമച്ച ചിരി, കെട്ടിച്ചമച്ച വ്യക്തിത്വ അടയാളങ്ങൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വെമ്പുന്ന അഭിനയ പാഠവും, ഇതൊന്നും അച്യുതാനന്ദന് വശമായിരുന്നില്ല. അച്യുതാനന്ദൻ നീട്ടിക്കുറുകി ജനങ്ങളോട് സംവദിച്ചിരുന്നത് ഒരു പച്ച മനുഷ്യൻ്റെ ഭാവത്തിലാണ്. പക്ഷെ ഇപ്പോൾ ചില അഭിനയങ്ങളൊക്കെ ചിലരുടെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് പോലും സംശയം തോന്നും. അഭിനയമല്ലാതാവട്ടെ, പൊയ്മുഖങ്ങളല്ലാതാവട്ടെ, ഇതൊക്കെ ദീർഘകാലം പിടിച്ചു നിൽക്കട്ടെ. ഇതൊരു ആഗ്രഹമാണ്, പ്രത്യാശയാണ്. ഇവിടെ സതീശൻ എന്ന നായകന് ചില തെറ്റുകൾ പറ്റുന്നുണ്ട്. സതീശൻ ഇന്നലകൾ മറക്കുന്നു. സതീശനോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. സതീശനിലേറെ പ്രതീക്ഷയുള്ളൊരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതേ സതീശനെ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളൊരു സമയം കൂടിയായത്. ഇന്നലകളിൽ ഈ സമൂഹം ചവിട്ടിക്കയറി വന്ന ആ വഴികൾ സതീശൻ മറക്കരുത്. ഇന്നലകളിലൊരു ക്യാപ്റ്റൻ എന്ന പേരിൽ പിണറായി വിജയനെ തോളത്ത് വെച്ച്
ഇവിടെ സംഘനൃത്തം ചവിട്ടിയ ഒരു കൂട്ടരുണ്ട്, ഇവിടുത്തെ ചാനലുകളും മാധ്യമങ്ങളും. അവർക്ക് ആ ക്യാപ്റ്റനെ വലിയ അലങ്കാര വസ്തുവാക്കി ആഘോഷിക്കാൻ വെമ്പലായിരുന്നു. അതിന് കാരണം അധികാര അടയാളങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഈ ഉച്ഛിഷ്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ പെറുക്കി കൂട്ടിയ ഒരു ആവേശമാണ്. കോടികൾ വലിച്ചെറിഞ്ഞു മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും. അതിൻ്റെ ഉച്ഛിഷ്ടം ഭുജിച്ച് ഏപ്രിൽ 9 വോട്ടിംഗ് ഡേയിൽ വരെ പിണറായി വിജയന് സ്തുതിഗീതം മുഴക്കിയ ഒരു കൂട്ടം ചാനലുകളും മാധ്യമങ്ങളും കേരളത്തിലുണ്ട്. അവരാണ് ഇന്ന് സതീശനെ തോളിലേറ്റി അടുത്ത സംഘനൃത്തം തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ സതീശൻ ഇന്നലകളിൽ കടന്നു വന്ന ചില വഴികൾ മറക്കുന്നുണ്ട്. ഏറ്റവും പ്രകടമായത്, ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയുടെ ഒരു കുറിപ്പ് കണ്ടു. ഷാജൻ എൻ്റെ സുഹൃത്താണ്. പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ ആദ്യാവസാനം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ അവർ മറന്നു. ഇതാണ് ഷാജൻ്റെ കുറിപ്പ്. ഷാജനെ മറന്നു, ഷാജനെ വീടി മറന്നു. കാരണം ചില അലങ്കാര ചിത്രങ്ങളിൽ ചെളി പടർന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നവരെ അകറ്റി നിർത്താനാണ് എല്ലാവർക്കും ഇഷ്ടം, അടുപ്പിക്കാൻ ഇഷ്ടമില്ല. ഒരു ഒറ്റപ്പെട്ട ഷാജൻ്റെ കഥയല്ല. പിണറായി വിജയനെതിരെ പോരാടിയ ഒരു വലിയ നിരയുണ്ട് കേരളത്തിൽ. അവരൊക്കെ എവിടെ ഇന്ന്? അവരൊക്കെ ചരിത്രത്തിൻ്റെ ഒരു പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അഥവാ ഇപ്പോൾ ആ സെൻട്രൽ സ്റ്റേഡിയത്തിലെ നിറഞ്ഞ വേദിയിൽ നിന്ന് പുതിയ സംഘനൃത്തം തുടങ്ങുന്നവർ ഇന്നലകൾ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഒരു പുതിയ അവതാരപ്പിറവിയാണ്. ആ പുതിയ അവതാരപ്പിറവി ആഘോഷിക്കുന്ന ഒരു പുതിയ മാധ്യമക്കൂട്ടത്തെയാണ്. ആ മാധ്യമക്കൂട്ടം എന്താണ് ചെയ്യുന്നത്? സതീശൻ എന്ന പുതിയ അവതാരപ്പിറവിയെ തോളത്തേറ്റി സതീശൻ്റെ ടോയ്ലറ്റിൻ്റെ വാതിൽ വരെ എത്തുന്നു അവരുടെ ആഘോഷം. സതീശൻ എങ്ങോട്ട് യാത്രയാകുന്നു, ഏതൊക്കെ കഥാപാത്രങ്ങളെ കാണുന്നു, ആരുടെയൊക്കെ മുന്നിൽ വിതുമ്പുന്നു, ആരുടെയൊക്കെ മുന്നിൽ തല കുമ്പിടുന്നു, ആരുടെയൊക്കെ പാദം സ്പർശിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പാദസ്പർശനവും കുമ്പിടലുമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. വാർത്താ പ്രാധാന്യമുള്ള ഓരോ ഇടങ്ങളിലേക്കാണ് സതീശൻ ഓടിക്കയറുന്നത്. ചാനലുകളിലും മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ തൻ്റെ മുഖം നിറയുന്നത് ആഘോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ശരിയാണ്, ചില ഓർമ്മപ്പെടുത്തലുകൾ വേണം, ചില ഗുരുവന്ദനങ്ങൾ വേണം, ചില ഇന്നലകളുടെ യാഥാർത്ഥ്യങ്ങളിലൂടെ വേണം പുതിയ ഓരോ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ. പക്ഷെ അതൊക്കെ കയ്യടിക്ക് വേണ്ടിയും വാർത്താമാധ്യമങ്ങളിലെ ഫോട്ടോ സ്പേസിനും വേണ്ടി ആകരുത്. ഈ ഫോട്ടോ സ്പേസ് ആഗ്രഹിച്ച് എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്ന നിലയിലേക്ക് കേരളത്തിൽ വളർന്ന ഒരു കൾട്ടുണ്ട് പിണറായി വിജയൻ. ആ കൾട്ട് വളർന്ന് കേരളത്തിൽ ഏകദേശം 800ഓളം ഹോർഡിങ്ങുകളിൽ വരെ എത്തിയത് ഒരൊറ്റ മുഖം മാത്രമായിരുന്നു. ഒടുവിൽ ആ മുഖം കണ്ട് ജനം കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലെത്തി. ആ മുഖത്തേക്ക് ജനം കല്ലുകൾ വലിച്ചെറിഞ്ഞു. ഒടുവിൽ വലിച്ചിറക്കി പുറത്തിറക്കി വിട്ടു. അവിടെ നിന്നാണ് പുതിയ അവതാരപ്പിറവികളുടെ തുടക്കം. അപ്പോൾ അവതാരമാകാനല്ല ശ്രമിക്കുന്നത്. ഈ ജനകീയതയൊക്കെ ഒരു അവതാരപ്പിറവിക്ക് വേണ്ടിയാണ് എങ്കിൽ സതീശൻ പോകുന്നത് അബദ്ധങ്ങളിലേക്കാണ്. സതീശൻ്റെ യാത്ര തീർച്ചയായിട്ടും ഏറ്റവും ജനകീയമായ പുതിയ ചുവടുവെപ്പുകളിലേക്ക് കടന്നു പോകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇന്നലകളിൽ പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഒരു പതിറ്റാണ്ട് ഇവിടെ പോരാടിയൊരു വലിയ സമൂഹമുണ്ട്. അത് ഈ ചാനലുകളും മാധ്യമങ്ങളൊന്നുമല്ല. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചവർ, സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചവർ, ഓരോരോ വീഡിയോ പ്ലോട്ടുകളിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചവർ, പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ പച്ചയ്ക്ക് ചോദ്യം ചെയ്ത ചില വീട്ടമ്മമാരുടെ പ്രതികരണങ്ങൾ, അങ്ങനെ ഒരുപാട് ജനകീയ പോരാട്ടം കേരളത്തിൽ ഒരു പതിറ്റാണ്ടിനിടയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനെ താഴെയിറക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഒരൊറ്റ പോയിന്റിലേക്ക് ആവാഹിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പിണറായി വിജയനെ താഴെയിറക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സതീശനിലേക്ക് ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ മാധ്യമങ്ങൾ നടത്തുന്നത്. കാരണം അവിടെ അധികാരം എത്തിയിരിക്കുന്നു. ആ അധികാരം മറ്റ് പലതിലേക്കുമുള്ള വാതായനമാണ്. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ അത്ര ഒരു പക്ഷേ വിശാലതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ധനകാര്യമെന്ന വകുപ്പുണ്ട്, നിയമമുണ്ട്, തുറമുഖമുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ചില വെല്ലുവിളികളുമുണ്ട്. ഇന്ന് സതീശൻ തുടങ്ങിയിരിക്കുന്ന ഈ പാത അത്ര സുഖകരമല്ല. ഒരു 6 മാസത്തിനുള്ളിൽ
ചില പൊട്ടിത്തെറികളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. സതീശന് ചുറ്റുമുള്ള മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ മതി. KC പക്ഷമാണ് മുഴുവൻ. രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ നിന്ന് വന്നവർ പോലും വളരെ എണ്ണത്തിൽ കുറവാണ്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കൈകളിലില്ല. പക്ഷേ സതീശനൊരു പ്രതീക്ഷയുണ്ട്. ധനകാര്യം കയ്യിൽ വച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ വകുപ്പ് മന്ത്രിമാർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തൻ്റെ ഔദാര്യം വേണമെന്ന്. കാരണം ധനകാര്യ വകുപ്പിൽ നിന്ന് പണം കിട്ടണം, ഫണ്ട് കിട്ടണം, അലോക്കേഷൻ വരണം. KCയിലേക്ക് വീണ്ടും ഈ മന്ത്രിമാർ കൂടുതൽ ആശ്രയത്വത്തിന് ചെല്ലില്ല എന്നുള്ള കണക്കൂട്ടലുണ്ട്. പക്ഷേ KC മനസ്സിൽ കുറിച്ചിട്ടു കേരളത്തിന് മുഖ്യമന്ത്രിയാവുക എന്നത്. അതിൽ നിന്നൊരു പിന്നോട്ട് പോകൽ KCയുടെ ഭാഗത്തു നിന്നില്ല. KCക്ക് ഒരു ജനകീയത അവകാശപ്പെടാൻ കഴിയുന്നില്ല. അവിടെയാണ് KC നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. മറുവശത്ത് ജനകീയ മുഖവുമായി സതീശൻ മത്സരിക്കുകയാണ്. KCക്ക് വില്ലൻ ഭാവം ചാർത്തിക്കൊടുത്ത അതേ സോഷ്യൽ മീഡിയ പോരാളികൾ വീണ്ടും വീണ്ടും ആ വില്ലൻ ഭാവത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് KCയെ തിരശ്ശീലയ്ക്ക് പുറത്തു നിർത്താനുള്ള ശ്രമങ്ങൾ തുടരും. സീനിയറാണ്, പക്വതയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. പക്ഷെ അദ്ദേഹം ഏറെക്കുറെ നിസ്സംഗതയോടെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൻ്റെ പ്രീതി അത് മാത്രമേ പല പാർട്ടിയിലെ നടപ്പിലാക്കലുകൾക്ക് പിന്നിലുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം സതീശൻ്റെ ഈ സ്ഥാനാരോഹണം നമ്മൾ കാണാൻ. സതീശൻ തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടുതൽ ഇഫക്റ്റീവായി പ്രവർത്തിക്കട്ടെ, വിജയിക്കട്ടെ. പക്ഷെ മറുവശത്ത് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയർന്ന ഒരു ആരവം, PK കുഞ്ഞാലിക്കുട്ടിക്ക് പ്രശോഭ പറഞ്ഞതുപോലെ ഉച്ചത്തിൽ മുഴങ്ങിയ ഒരു ആരവം, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു പതിറ്റാണ്ട് ഭരണത്തിൽ നിന്ന് മാറി നിന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇതൊരു ആഘോഷ തിമിർപ്പിൻ്റെ ദിനമാണ്. പക്ഷെ അവിടെ മറ്റൊന്നും കൂടി സംഭവിച്ചു. VD സതീശനേക്കാൾ വലിയ കയ്യടി DK ശിവകുമാറിന് കിട്ടി. അതെങ്ങനെ? അപ്പോൾ DK ശിവകുമാറിന് കയ്യടി കൊടുക്കുകയും VD സതീശന് കയ്യടി കുറയുകയും ചെയ്തു എങ്കിൽ അവിടെ എന്തോ ഒരു പന്തികേട് ഒളിഞ്ഞിരിപ്പുണ്ട്. മറുവശത്ത് ഇന്നലെ പാണക്കാട് തങ്ങൾ തിരുവനന്തപുരത്തെത്തി 2 പേരോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. ഒന്ന് KC വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല. ഈ 2 പേരും പാണക്കാട് തങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല, തിരക്കാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ വെച്ച് രമേശ് ചെന്നിത്തല പാണക്കാട് തങ്ങളെ കണ്ടതായി നടിച്ചില്ല KCയും. അപ്പോൾ അവർ 2 പേരും മനസ്സിൽ കുറിച്ചിട്ടു. ലീഗ് പിടിച്ചു വാങ്ങിക്കൊടുത്ത ഒരു മുഖ്യമന്ത്രി പദമാണ് സതീശൻ്റേതെന്ന് ഈ നേതാക്കളുടെ മനസ്സിലുണ്ട്. ഈ നേതാക്കളുടേത് മാത്രമല്ല, ഇപ്പോൾ നിശബ്ദരാക്കപ്പെട്ട ഒരു വലിയ വിഭാഗത്തിൻ്റെ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആരവങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ശബ്ദമുയർത്താൻ പലരും ഭയക്കുന്നു. പക്ഷെ ഒരു നിശബ്ദമായ ഒരു തരംഗം കേരളത്തിലുണ്ട്. അത് സതീശനെ ഇത്തരമൊരു സ്ഥാനത്തെത്തിച്ചവരുടെ ലിസ്റ്റ് എടുത്തു വെച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലീഗ് ആഹ്ലാദ ആരവങ്ങൾ മുഴക്കി അധികാരത്തിലേക്ക് വരുമ്പോൾ അതൊരു മതേതര നിറമായി നമുക്ക് കാണാം. അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആഘോഷം കളറാക്കാൻ എത്തിയവരിൽ കൂടുതൽ ലീഗ് അനുഭാവികളായതും സ്വാഭാവികം. കാരണം വടക്കൻ കേരളത്തിൽ നിന്ന് ട്രെയിനുകളിലും വാഹനങ്ങളിലുമായി 2 ദിവസമായി ഒഴുക്കാണ് തലസ്ഥാന നഗരിയിലേക്ക്. ഇത് അധികാരം പിടിച്ച ആഘോഷത്തിമിർപ്പിൻ്റെ ദിവസമാണ്. പക്ഷെ കോൺഗ്രസിൽ പുറമേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഭദ്രമാണ്. 3 തലയെടുപ്പുള്ള നേതാക്കൾ ഒരേ സ്റ്റേജിൽ വരുന്നു. അവർ ചിരിക്കുന്നു, ചിലർ കെട്ടിപ്പിടിക്കുന്നു, ചിലർ ഉമ്മ വയ്ക്കുന്നു. പക്ഷെ അവരുടെ ഒന്നും മനസ്സിൽ ഈ സ്നേഹവായ്പകളില്ല. ഓരോരുത്തർ കെട്ടിപ്പിടിക്കുമ്പോഴും നിന്നെ ഞാൻ എടുത്തോളാം എന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നത്. ഒട്ടും നിസ്സാരക്കാരല്ല KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയും. VD സതീശൻ വലിയ വിട്ടുവീഴ്ച ചെയ്തു എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനുള്ള ശ്രമം. പക്ഷെ വിട്ടുവീഴ്ച ചെയ്തേ കഴിയൂ. കാരണം VDയെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊപ്പം ജനപ്രതിനിധികളില്ല. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനപ്രതിനിധികളെ ഒപ്പം നിർത്താൻ കഴിയാതെ പോയത്? അത് KCയുടെ അധികാര സ്വാധീനം കൊണ്ട് മാത്രമല്ല. ഇവിടെ ഒരു ആത്മപരിശോധന VD നടത്തണം. VD എപ്പോഴും മീഡിയ മാധ്യമങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണോ എന്ന സംശയം കുറച്ചു പേർക്കെങ്കിലും ഉണ്ട്. VD സതീശൻ ഒരു ജനകീയ മുഖമാണ്. ഇപ്പോൾ ഒരു നായക സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിൽ അദ്ദേഹത്തെ കാണുന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ VD അധികാരത്തിൽ വന്നതിൻ്റെ പേരിൽ VD സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എൻ്റെ ഒരു ബ്രദറിലോ ഉണ്ട് കാനഡയിൽ, സ്പൈസ് മാർട്ട് എന്ന് പറഞ്ഞൊരു കട, ഒരു റെസ്റ്റോറൻറ്റ്, ഒരു സൂപ്പർ സ്റ്റോറൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവിടെ ടേക്ക് ഔട്ട് ഉണ്ട്, ഫുഡൊക്കെ കൊടുക്കുന്നു. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ എൻ്റെ ബ്രദറിലോ എന്നോട് പറയുകയാണ്, VD സതീശൻ വന്ന് എൻ്റെ സന്തോഷം പങ്കുവെക്കുന്നത് കൊണ്ട് ഇന്ന് കടയിൽ അല്ലെങ്കിൽ ടേക്ക് ഔട്ടിൽ വരുന്ന എല്ലാവർക്കും അടപ്രഥമൻ്റെ ഓരോ പാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു.
ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, പല സ്ഥലങ്ങളിൽ അമേരിക്കയിൽ, അപ്പോൾ ലോകവ്യാപകമായ ആഘോഷത്തിപ്പിറപ്പിലാണ്. ഈ പ്രവാസികൾ ഇത്രയധികം ആഘോഷിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലാണ്. സോഷ്യൽ മീഡിയയിൽ വലിയൊരു അവതാരപ്പിറവിയായിട്ട് ഇപ്പോൾ സതീശനെ ചിത്രീകരിക്കുന്നുണ്ട്. സതീശൻ്റെ ഒരു ജനകീയ മുഖം, സതീശൻ്റെ ചിരി, സതീശൻ്റെ ഭാവം, സതീശൻ്റെ ഓരോ നടത്തം, ഇതൊക്കെ ഇപ്പോൾ ആഘോഷിക്കപ്പെടുകയാണ്. ഇതൊക്കെ ഒരു പോസിറ്റീവ് തലത്തിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അതിലപ്പുറം ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും പൊയ്മുഖങ്ങളുണ്ടെങ്കിൽ അത് അഴിഞ്ഞു വീഴാൻ അധികകാലം വേണ്ടി വരില്ല. ഇപ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടത് ഈ അഭിനയ ചാതുര്യം ഒപ്പിയെടുക്കുന്ന വർത്തമാനകാലത്തിൻ്റെ ഒരു സ്പന്ദനങ്ങളല്ല. 1 മാസം അല്ല 2 മാസം ഈ മധുവിത് കഴിഞ്ഞാൽ ഇവർ കൊത്തിക്കീറാൻ തുടങ്ങും. ഈ കുത്തിക്കീറൽ ആസൂത്രിതമായി നടക്കും. കാരണം നമ്മൾ ഒരുപാട് കുത്തിക്കീറലുകൾ കണ്ടിട്ടുണ്ട്. അതിനെ നേരിടാൻ സതീശൻ്റെ ഈ ടീമില്ല. സതീശൻ ഒറ്റയ്ക്കാണ്. സതീശൻ്റെ ഈ പോലീസില്ല, സതീശനൊപ്പം MLA മാരില്ല, സതീശനൊപ്പം പാർട്ടി നേതാക്കളില്ല. സതീശനൊപ്പം ഉള്ളത് ഈ സോഷ്യൽ മീഡിയയിലെ കുറേ വെട്ടുകിളികളാണ്. ആ വെട്ടുകിളികൾ അധികാരം കിട്ടി കുറേ കഴിയുമ്പോൾ ഇവരൊക്കെ നിരാശരാകും. കാരണം സതീശനിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച് ഒപ്പം കൂടിയിരിക്കുന്ന വെട്ടുകിളികളാണ്. അവർ മെല്ലെ മെല്ലെ പറന്നകലാൻ തുടങ്ങും. പണക്കൊഴുപ്പിൽ ഒരു പക്ഷേ കുറേയേറെ കാലം പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ അപ്പോഴേക്കും മറ്റാരവങ്ങൾ ഉയരും. ഇപ്പോൾ സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളുടെ ഒരു സമയം കൂടിയായത്. വളരെ സൂക്ഷ്മതയോടെ അവധാനതയോടെ കാര്യങ്ങൾ പഠിച്ച്, 1 ഭരണ നൈപുണ്യം പുറത്തെടുക്കണം, 2 അദ്ദേഹം ഇപ്പോൾ കാട്ടുന്ന ഈ അഭിനയ ചാതുര്യം നിറഞ്ഞ ഈ ഒരു ജനകീയ മുഖം അത് പച്ചയായ ഒരു മനുഷ്യൻ്റേതാണ് എന്ന് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അവിടെയാണ് സതീശൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ടീം UDF എന്നായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തും പിന്നീട് വോട്ട് കിട്ടി അധികാരത്തിലെത്തി പെട്ടി പൊട്ടിക്കുന്ന സമയത്തും കൃത്യമായി ടീം UDF എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ചില വിള്ളലുകളും പൊട്ടിത്തെറികളും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് എത്തുമ്പോഴും ടീം UDF എന്ന് പറഞ്ഞ സതീശൻ, പക്ഷേ ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിറയെ സതീശൻ്റെ ഫ്ലെക്സുകൾ, നമ്മൾ ഇതുപോലെ പല ഫ്ലെക്സുകൾ കണ്ടതാണ്. ജനം അതിനെ വലിച്ചു കീറിയത്. ഒരാൾ PR വർക്ക് കൊണ്ട് വലിയൊരു ബിംബം ഉണ്ടാക്കി അതിനെ കുമിള പോലെ ഇവിടുത്തെ ജനങ്ങൾ പൊട്ടിച്ചെറിയുന്നതും നമ്മൾ കണ്ടു. ഇതേ PR വർക്കാണ് സതീശൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ ആരവവുമായിട്ട് വന്നവരൊക്കെ ഈ PR വർക്കിൻ്റെ ഒരു ഭാഗവുമായിരുന്നു. അതുപോലെ തന്നെ ഇന്നവിടെ ഒരു പാട്ട് വെച്ചിരുന്നു. നിരന്തരം ഈ പാട്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശനെ മാത്രം ഉയർത്തി കാണിക്കുകയാണ് ആ പാട്ടിലൂടെ. ഈ KGF ഒരു സോങ്ങാണ്. അതിന് ഇവരുടെ വേർഷൻ കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ്റെ പേരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആ പാട്ട് നമ്മൾ ചെന്ന സമയം തൊട്ട് ഇത് തന്നെയാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം UDF എന്ന് പറഞ്ഞ വി ഡി സതീശൻ ഈ ഒരു നിലയിലേക്കൊക്കെ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരോടും ഒരു നീതികേട് കാണിക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ല, ഇത് ചിലരൊക്കെ പറയാൻ ഭയക്കുന്നുണ്ട്. ടീം UDF എന്താണ്? ടീം UDFിലുള്ള ആരാണ്? സതീശൻ്റെ കോൺഗ്രസ്, സതീശൻ്റെ മുഖം, മറുവശത്ത് ആരൊക്കെയാണ്? മുസ്ലിം ലീഗ്, RSPയിലെ ഷിബു ബേബി ജോൺ, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ അനൂപ്, മാനസി കാപ്പൻ. അപ്പോൾ ഈ ടീം UDFിലുള്ളത് കോൺഗ്രസിൻ്റെ ഒരു മതേതര മുഖം മാറ്റിവെച്ചാൽ മറ്റുള്ള മുഖങ്ങളൊക്കെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. സതീശൻ്റെ കളി വ്യക്തമായിരുന്നു. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു ടീം UDF, ടീം ലീഗ്, ടീം ന്യൂനപക്ഷം, ഇതായിരുന്നു അതിൻ്റെ മാസ്റ്റർ പ്ലാൻ. അത് സമർത്ഥമായ കാർഡ് കളിച്ചു. ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഒരു മതേതര കേരളത്തിൽ അതൊക്കെ വേണം. അത്തരമൊരു കാർഡ് വളരെ സമർത്ഥമായി കളിച്ചു. അത് സക്സസ്സായി. അത് വിജയിച്ച ഘട്ടത്തിൽ ആ ഒരു പ്രത്യേക അന്തരീക്ഷം ലീഗ് ഹൈജാക്ക് ചെയ്തു. സതീശൻ തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നേതാവാണ്. ഞാൻ സതീശൻ്റെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു സ്പേസ് ലീഗ് ഹൈജാക്ക് ചെയ്തു. ലീഗിൻ്റെ തിണ്ണ നിരങ്ങാൻ രമേശ് ചെന്നിത്തല ചെന്നില്ല. ലീഗിനോട് സഹായം അഭ്യർത്ഥിച്ച് KC വേണുഗോപാൽ അവിടെ ചെന്നില്ല. KCയെ കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നതിൽ നമ്മളൊക്കെ എതിരായിരുന്നു. പക്ഷെ ലീഗ് എന്താ ചെയ്തത്? ലീഗ് ഹൈക്കമാൻഡിനെ ഹൈജാക്ക് ചെയ്തു. പ്രിയങ്ക ഗാന്ധി VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ല എങ്കിൽ അവിടെ വയനാട്ടിൽ തോറ്റമ്പും എന്ന് പച്ചയ്ക്ക് വെല്ലുവിളിച്ചു, ബ്ലാക്ക് മെയിൽ ചെയ്തു. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ തങ്ങളെ
രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അവഗണിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അവഗണന ജനങ്ങളിലേക്ക് പടരുകയാണ് ഇപ്പോൾ. ഇത് വളരെ സൂക്ഷ്മതയോടെ ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യണം. 2011-16 കാലഘട്ടത്തിൽ അന്ന് വി ഡി സതീശനെ മന്ത്രിയാക്കാതിരുന്നത് NSS ആണ്. ആ കലിപ്പ് ഇപ്പോഴും സുകുമാരൻ നായരുടെ മനസ്സിൽ പേറുന്ന സതീശൻ NSSനെയും SNDPയെയും പടിക്ക് പുറത്ത് നിർത്തുന്നു. നമുക്ക് ഈ രണ്ട് സമുദായ സംഘടനാ നേതാക്കളോടും ചെറിയ അമർഷം കേരളത്തിനുണ്ട്. ആ അമർഷം വളരെ ബുദ്ധിപൂർവമായി സതീശൻ പ്രയോജനപ്പെടുത്തുകയാണ്, ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ലീഗ് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ സതീശനെ മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ ഏറ്റവും സങ്കീർണത നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ടീം ലീഗും ടീം UDFും ടീം സതീശനും ഒക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ടീം VDS ആയി. ടീം VDS ഭരണത്തിലേറുമ്പോൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. നമുക്കറിയാം മുസ്ലിം ലീഗിന് കിട്ടിയ മന്ത്രിമാരുടെ എണ്ണം, ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്ന് കിട്ടിയ മന്ത്രിമാരുടെ എണ്ണം, ഒരു ഭൂരിപക്ഷ സമുദായത്തിന് ആകെക്കൂടി കിട്ടിയ മന്ത്രിമാരുടെ എണ്ണം, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ താരതമ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ സമുദായം എന്തുമാകട്ടെ, കഴിവുള്ളവർ വരട്ടെ എന്നതാണ് ഒരു പൊതുവികാരം. അവിടെ ഇന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ്റെ എൻട്രി ഒക്കെ പറയുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പേര് വെട്ടി ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആത്യന്തം നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു വികാരമാണ്. അവിടെ മറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ പോയി അവിടെ ഒന്ന് ഇടപെടുകയാണ്. കാരണം മുൻപ് ഇതേ കോൺഗ്രസ്സുകാർ, VD സതീശൻ ഉൾപ്പെടെയുള്ള UDFിൻ്റെ ടീം ആൾക്കാർ പറഞ്ഞിരുന്നത് VSന്റെ മുഖം കാണിച്ച് പിണറായി അധികാരത്തിൽ കയറി നന്ദിയേട് കാണിച്ചു എന്ന് പറഞ്ഞവരാണ്. അതെ, അതിന് സമാനമായി ഉമ്മൻചാണ്ടിയുടെ വികാരം പൂർണ്ണമായി ഉപയോഗിച്ച് അധികാരത്തിലേറിയ UDF ബോധപൂർവ്വം ഇപ്പോൾ ചാണ്ടിയുമ്മനെ മറന്നു. ചാണ്ടിയുമ്മന് ഒരു കുഴപ്പമുണ്ട്. ചാണ്ടിയുമ്മനെ ഒരിടത്തും തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമായി അവതരിപ്പിക്കില്ല. ഇക്കുറി VD സതീശനോടൊരു ചായ്വ് കാട്ടി. അതല്ലാതെ ഒരു ഗ്രൂപ്പിലും ഇല്ല ചാണ്ടിയുമ്മൻ. അയാളൊരു അസാധാരണ താരമാണ്. ഇന്നിപ്പോൾ ജഗതിയിൽ നിന്ന് ഇപ്പോൾ ആളുകളൊക്കെ പറയുന്ന ലൂസിഫറിലെ മോഹൻലാലിൻ്റെ എൻട്രി ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ടാണ് ആ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കുള്ളൊരു വരവുണ്ട്. ആദ്യമൊക്കെ ഒരു വിഡ്ഢിത്തം നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പയ്യൻ എന്ന നിലയിലായിരുന്നു ഈ ചാണ്ടിയുമ്മനെ അവതരിപ്പിച്ചത്. അതൊക്കെ മാറി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി. ചാണ്ടിയുമ്മൻ വ്യത്യസ്തനാണ്. അയാളെ ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതിൻ്റെ ഒരു ചാണ്ടിയുമ്മൻ്റെ ഒക്കെ ഒരു സ്റ്റേച്ചർ വേറെയാണ്. അപ്പോൾ ഇത്തരം ചാണ്ടിയുമ്മന്മാർ ഇപ്പോൾ അധികാരത്തിന് പുറത്തുണ്ട്. പക്ഷെ അത് UDFിൻ്റെ ഭാഗമാണ്. VD സതീശൻ ഇന്നലകൾ എങ്ങനെയൊക്കെയോ മറക്കുന്നു എന്നൊരു തോന്നൽ ഇവിടെ ഒരുപാട് പേരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിണറായി വിജയനെതിരെ പോരാടിയ ആളുകളെയൊക്കെ അദ്ദേഹം മറക്കുന്നു. ഫോട്ടോയ്ക്ക് വേണ്ടി AK ആൻ്റണിയുടെ, VM സുധീരൻ്റെ, അല്ലെങ്കിൽ ക്ലെമീസ് ബാവയുടെ, ഇപ്പോഴിതാ ലാറ്റിൻ ആർച്ച് ബിഷപ്പിനെ കാണാൻ പോയിരിക്കുന്നു. ഇനി അടുത്ത യാത്ര ഒരുപക്ഷെ പാണക്കാട് തറവാട്ടിലേക്ക്, അവിടെ പാണക്കാട് തങ്ങൾക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്തരം യാത്രകളൊക്കെ സതീശൻ തുടരട്ടെ. അതൊക്കെ സതീശൻ്റെ ഫോട്ടോ ക്ലിക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് തുടരട്ടെ. പക്ഷേ ഇന്നലകളിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന പിണറായി വിജയനെതിരെ ഇവിടെ ഒരു പോരാട്ടം നയിച്ചവരെ അദ്ദേഹം മറക്കരുത്. അത് മറത്താൽ അത് ചരിത്രം മാപ്പ് കൊടുക്കില്ല. ആ പോരാട്ട വീര്യമുള്ളവർ അത്ര നിസ്സാരക്കാരല്ല. ഇതൊക്കെയാണ് സതീശൻ ബോധപൂർവം പലതും മറക്കുന്നത്. കാരണം കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ നേതാക്കൾക്കും പിണറായി വിജയനെ താഴെ ഇറക്കിയതിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. സതീശനോട് നമുക്കൊക്കെ ഇഷ്ടമുണ്ട്. ഒരു വശത്ത് സതീശൻ്റെ ആ പ്രവർത്തന ശൈലി, അദ്ദേഹം എ ലീഡർ ഷുഡ് ബി എ ഡീലർ ഓഫ് ഹോപ്സ് എന്ന്, അതാണ് ഒരു പ്രയോഗം. ആ തലത്തിൽ വലിയ പ്രതീക്ഷ യുവാക്കൾക്ക് നൽകുന്നു. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാൻ നോക്കുന്നു. കയ്യടി കിട്ടുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ട്. അത് ടീം വർക്കിലേ നടക്കൂ. ആ ടീമിനെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും? ഇപ്പോൾ സതീശനൊപ്പം കൂടിയിരിക്കുന്ന മന്ത്രിമാരൊക്കെ കേസി ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും. നാളെ സതീശൻ്റെ കഴുത്തിന് പിടിക്കാൻ പറഞ്ഞാൽ കഴുത്തിന് പിടിക്കും. ആ കോലത്തിലാണ് കയറി നിൽക്കുന്നത്. പിന്നെ ഒരു രമേശ് ചെന്നിത്തലയുടെ ഒരു പക്വത, അതൊക്കെ എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും? കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പക്വത എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയും? പുറമേക്കെല്ലാം ശാന്തമാണ്, ഭദ്രമാണ്, നല്ല രസമുള്ള ജനകീയ മുന്നേറ്റമാണ്. പക്ഷേ ഇത് ആത്യന്തികമായ ഒരു അഗ്നിപർവ്വതമാണ്. അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സതീശൻ്റെ ചിത്രം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിരിയിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്കറിയില്ല. ഉള്ളിൽ നെരിപ്പോട് വെച്ച് നടക്കുന്ന ഒരു സതീശനാവും ചിലപ്പോൾ ആ ചിരി, ആ നീക്കം. പക്ഷേ ഒരു പുതിയ അടയാളമാണ്. നമുക്ക് ആ തരത്തിൽ ഇതിനെ എടുക്കാം. കാരണം പിണറായി വിജയൻ എന്ന ഒരു ഏകാധിപതിയുടെ പതനത്തിന് ശേഷം
കേരളം ആഗ്രഹിക്കുന്ന ഒരു ജനകീയത ഉയർത്തെഴുന്നേറ്റ് വരുവാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് സതീശൻ മനോഹരമായി ആഘോഷിക്കുന്നുണ്ട്. സതീശൻ ഇവിടെ പിണറായി വിജയൻ്റെ ശൈലി ഏതെങ്കിലും തലത്തിൽ പിന്തുടരാൻ ശ്രമിച്ചാൽ ആ നിമിഷം എല്ലാവരും കൂടി കുത്തിവലിച്ചിടും. അത് സതീശൻ അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ജനാധിപത്യ ശൈലി ഉൾക്കൊള്ളുന്നത്. തനിക്ക് പാർട്ടിയിൽ ഭൂരിപക്ഷമില്ല എന്നറിയാം. MLA-മാരിൽ കോൺഗ്രസ് MLA-മാരിൽ മഹാഭൂരിപക്ഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് പോരാടിയ KC വേണുഗോപാലിനൊപ്പമാണെന്നറിയാം. ഇതൊക്കെ മുന്നിൽ കണ്ട് തന്ത്രപരമായ ഒരു നീക്കമാണ് സതീശൻ ഇപ്പോൾ നടത്തുന്നത്. അത് സതീശൻ്റെ ഒരു ശൈലി. ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടി, സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുന്ന ഒരു വേള, അവിടെ മുഹമ്മദ് ഷിയാസ് ആണ് ആദ്യം ഒരു പൂച്ചെണ്ട് നൽകുന്നത്. പിന്നീട് കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു ഓഫീസിലേക്ക് ആദ്യമായി കയറി ചെല്ലൊരു മുഖ്യമന്ത്രിയുടെ സീറ്റിലേക്ക്. അത് മതിയോ? എല്ലാവരെയും കുറച്ചുകൂടി ചേർത്ത് പിടിക്കണ്ടേ? ഇപ്പോൾ സതീശൻ്റെ വലങ്കൈയായി നിന്ന മുഹമ്മദ് ഷിയാസ് മാത്രം അവിടെ കാണുന്നു. അപ്പോൾ അവിടെ സതീശൻ്റെ ഒരു സ്ഥിരം പ്രയോഗമുണ്ട്, ഒറ്റയ്ക്ക് പടവെട്ടി വന്നവൻ്റെ കഥയാണ്. നമ്മളും അത് പറയും, ഒറ്റയ്ക്ക് പടവെട്ടി വന്നിട്ടുണ്ട്, അതൊരു വല്ലാത്ത കഥയാണ്. പക്ഷേ ഇത് ഭരണമാണ്, ഇത് രാഷ്ട്രീയമാണ്. കേരളത്തിൻ്റെ ഒരു പുതിയ അധ്യായമാണ് ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ വേണ്ടത് ടീം വർക്കാണ്, ഇവിടെ വേണ്ടതൊരു കൂട്ടായ്മയാണ്. ഒറ്റയ്ക്ക് പടവെട്ടി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പടവെട്ടിയവരൊക്കെ ഒടുവിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിടിച്ച് വീഴുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പടവെട്ട്, ഒറ്റയ്ക്ക് പടവെട്ടി മുന്നോട്ട് പോകുന്നത് സിനിമയിലെ നായകനുമല്ല. ഒരു യാഥാർത്ഥ്യ ലോകത്ത് കുറച്ചുകൂടി ടീം വർക്ക്, ഒരു സമവായം, ആളുകളെ ചേർത്ത് പിടിക്കുന്ന, കയ്യടിക്ക് വേണ്ടി ആവരുത്. അവിടെയാണ് അപകടം. ഇതിൽ നമ്മൾ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധിയല്ല നമ്മളിവിടെ കണ്ടത്. കാരണം അത്ര കണ്ടൊരു വലിയ ആവേശമോ അല്ലെങ്കിൽ മുൻപ് തമിഴ്നാട്ടിൽ കണ്ടിരുന്ന ആ ഒരു പ്രസരിപ്പോ ഒന്നും നമുക്ക് ഇവിടുത്തെ സത്യപ്രതിജ്ഞാ വേദിയിൽ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതൊരു പക്ഷേ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് നേരെയും അത് ഒരു പടി കൂടി കടന്ന് സോണിയാഗാന്ധിക്ക് നേരെ വരെ വിമർശനങ്ങളുമായി ഒരു കൂട്ടം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഹൈക്കമാൻഡിനെയും കൂടി അവരെയും കൂടെ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ട് സതീശന് പോകാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ സതീശൻ്റെ ഈ ഒരു പോക്ക് ഇത് അപകടം നിറഞ്ഞത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആളുകൾ ഒഴുകിയെത്തി. ഒരു കാര്യം ഉറപ്പാണ്, അതിലൊരു പകുതിയോളം ആളുകൾ ലീഗ് പ്രവർത്തകർ, ലീഗ് അനുഭാവികൾ. അതാണ് ഇന്നത്തെ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ ഖദർ കൊണ്ട് തിരുവനന്തപുരം മുങ്ങി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അതിലപ്പുറം ഈ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നമുക്കറിയാം, കേരളം അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ എടുത്താൽ വലിയ ആഘോഷത്തിൻ്റെ വാർത്തകളൊന്നും ഒരൊറ്റ ചാനലിലോ പത്രത്തിലോ നമ്മൾ കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പോലും കാണുന്നില്ല. ജനം ഇത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് മഹാഭൂരിപക്ഷം. സതീശൻ്റെ വരവിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞു, ഈ ബിരിയാണി വിതരണവും ബാക്കിയൊക്കെ ഉള്ളത് ഈ സോഷ്യൽ മീഡിയ ആരവമാണ്. അതൊക്കെ വിദേശങ്ങളിലൊക്കെ ഇത് പടരുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിലാണ്. കേരളത്തിൽ ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? പിന്നെ വൈകിട്ട് ചാനൽ ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഇനി സതീശൻ യുഗമാണ്, ഇനി സതീശൻ കേരളത്തെ വേറൊരു രൂപത്തിലെത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലർ തൊണ്ട പൊട്ടി അലറും. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സതീശൻ തുടങ്ങി വെച്ചു. സതീശനൊപ്പമുള്ള ഒരു കൂട്ടം അവതാരപ്പിറവികളുണ്ട്. അവരൊക്കെ കൂടി ഇത് വേറൊരു തലത്തിലെത്തിക്കാതിരുന്നാൽ ഏറ്റവും നല്ലത്. നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും. കാരണം വിമർശനങ്ങൾ എപ്പോഴും വേണം. വിമർശനങ്ങളിലൂടെ വേണം ഈ വലിയ പിറവികൾ രൂപം കൊള്ളാൻ. അല്ലെങ്കിൽ അതൊക്കെ അകക്കാമ്പില്ലാതായി പോകും. ആശയങ്ങളുടെ കരുത്ത്, പ്രായോഗികതയുടെ ഒരു വീക്ഷണം, സ്വപ്നങ്ങളുടെ ഒരു അടിത്തറ, ഇതൊക്കെ വേണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു ഭരണം, ജനകീയത, രാഷ്ട്രീയം, ഒരു രാഷ്ട്രതന്ത്രജ്ഞത. ഇതൊക്കെ സതീശനിലേക്ക് ആവോളം മറ്റുള്ളവർ കൊടുക്കട്ടെ, അതിനുവേണ്ട സംഭാവനകൾ ചെയ്യട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ കണ്ടിരിക്കുക. എന്തായാലും വി.ഡി. സതീശൻ മുൻപ് പറഞ്ഞൊരു വാചകം ഓർക്കുകയാണ്. ഈ സമുദായ നേതാക്കളെ കാണുമ്പോൾ നമുക്ക് കൈകൊടുക്കാം, ഇരിക്കാം, പക്ഷേ കിടക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശനോടും പറയാനുള്ളത്. ഈ പാണക്കാട്ടേക്കുള്ള ഓട്ടം അത് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ സതീശൻ ചേർത്ത് പിടിച്ചില്ല, ഓൺലൈൻ മാധ്യമങ്ങൾക്ക്
അവിടെ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പാസ് കൊടുത്തില്ല എന്നതൊക്കെ നമ്മൾ വിമർശനത്തിൽ പറയുന്നുണ്ട്. മലയാളി വാർത്ത ഒരിക്കലും ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമാകാൻ ഇഷ്ടപ്പെടാറില്ല. ഇത്തരം ആഘോഷ വേദികളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാറില്ല. പിണറായി വിജയനെ ഇവിടെ അടിച്ചോടിച്ചതിൽ ഞങ്ങളുടെ പങ്കുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് അത്തരം അവകാശവാദങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും ചെയ്തത് മാധ്യമധർമ്മമാണ്. മാധ്യമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് അത് കൃത്യതയോടെ നമ്മൾ നിർവഹിച്ചു. നമ്മൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നോ CPM നിന്നോ UDF നിന്നോ കോൺഗ്രസിൽ നിന്നോ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 1 രൂപ പോലും സ്പോൺസർഷിപ്പ് മേടിച്ചിട്ടില്ല. ആരുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല. എപ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആ ഒരു തീരത്ത് ഓരം പറ്റി നമ്മൾ നിൽക്കും, നമ്മൾ പറയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സതീശനെ പുകഴ്ത്തുന്നതിനൊപ്പം വിമർശിക്കാനും നമുക്ക് മടിയില്ലാത്തത്. ഇതുകൊണ്ട് നമ്മൾ ഈ വിമർശിക്കുമ്പോൾ സതീശനെ തള്ളി പറയുന്നു എന്നല്ല, സ്നേഹിക്കപ്പെടുമ്പോൾ അവരെ വിമർശിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ആ അവകാശം മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. സതീശന് ഇവിടെ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു, അത് നമുക്ക് ഉറപ്പിച്ച് പറയണം. അല്ല, നമുക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. തെറ്റുകൾ പറ്റുമ്പോൾ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ VD സതീശൻ്റെ എതിരാളികളാണ് എന്ന് ചാപ്പ കുത്തിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.